കൊള്ളത്തില്ല കേട്ടോ. ഞാൻ ആ ബോക്സിൻ്റെ അകത്ത് വെക്കാൻ പോകും. ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? ഒരു ചെറിയ ഗിഫ്റ്റ് റാപ്പ് ചെയ്തെടുക്കണം. റാപ്പ് ചെയ്യാൻ മാത്രമല്ല, ചെറുതായിട്ടൊന്ന് അടുക്കി പറക്കിയൊക്കെ വെക്കണം. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചേച്ചി എൻ്റെ ബർത്ത്ഡേക്ക് നല്ല ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഫ്രെയിമൊക്കെ ചെയ്ത് തരുന്നത് ഒരാൾ. അപ്പം നമ്മളും എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പം ഇന്ന്, അതായത് ജൂൺ 13 ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താലോ? അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന എന്താണെന്നറിയോ? ഒരു ഫ്രെയിമാണ്. എനിക്ക് തന്ന പോലെ തന്നെ ചേച്ചിക്ക് ഒരു ഫ്രെയിം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഫ്രെയിം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലപോലെ ചെയ്ത് തന്നിട്ടുണ്ട്. 250 രൂപയ്ക്ക് നല്ല ഒരു ഫ്രെയിമാണ് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബോക്സിൽ ഒരു ഹാമർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെയൊക്കെ വരുമോയെന്നും അറിഞ്ഞുകൂടാ. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിൽ വരുന്ന മെയിൻ ഐറ്റമാണ് ഈ ഫ്രെയിം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. നന്നായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. 250 രൂപയ്ക്ക് നല്ലതാണ്. ഞാനിവിടെ ആറ്റിങ്ങൽ എന്നൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ചെയ്തത്. നല്ല രസമുണ്ടല്ലേ? അപ്പം ഈ ഫ്രെയിം ഞാൻ എൻ്റെ അകത്ത് വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമുള്ളത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഷോ പീസാണ് കേട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു ടെഡിയുടെ ഒരു ഷോ പീസ്. 30 രൂപയേ ഉള്ളൂ ഇതിന് റേറ്റ്. നല്ല രസമുണ്ട്, അത്യാവശ്യം കൊള്ളാം. പിന്നെ ചേച്ചി യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്ലിപ്പ്. ഇത് 35 രൂപ. കുഴപ്പമില്ല, കൊള്ളാം. നല്ലൊരു ക്ലിപ്പ് വെച്ചിട്ടുണ്ടേ. നമ്മളൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണല്ലോ. അപ്പം 2 പേന കിട്ടിയിട്ടുണ്ടേ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഔട്ടർ പാർട്ടും ഒക്കെ ബ്ലൂ പെന്നാണ്. അതിൻ്റെ 2 പേന ഞാൻ ഇതിൻ്റെ അകത്തൂടെ വെക്കുന്നുണ്ട്. പേന വെച്ചാൽ എഴുതാൻ ബുക്ക് വയ്ക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് 2 ബുക്ക് കേട്ടോ. ഇത് വേറൊന്നിനും വേണ്ടിയിട്ട് ഞാൻ എടുത്തതല്ല. സംഭവം ഞാൻ വാങ്ങിച്ച ബോക്സ് കുറച്ച് പൊക്കമുള്ളതാണ്. പക്ഷേ ഞാൻ വാങ്ങിച്ച ഐറ്റംസ് ഒന്നും അതിൻ്റെ അകത്ത് ഫില്ലാവുന്നില്ല. അപ്പം പേന വാങ്ങിച്ച സ്ഥിതിക്ക് 2 ബുക്ക് കൂടെ വയ്ക്കാമല്ലോ. അപ്പം ഹൈറ്റും അഡ്ജസ്റ്റ് ആവും. അങ്ങനെയാണ് കേട്ടോ. ഞാൻ വെച്ച് നോക്കട്ടെ. 3 ഐറ്റംസാണ് ഞാൻ ആ ബോക്സിൻ്റെ അകത്ത് വെക്കാൻ പോകുന്നത്. എങ്ങനെ വെക്കാൻ നോക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം, അതായത് ബോക്സ്. നല്ല പാക്കായിട്ടൊക്കെ തന്നിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാം. നല്ല ഗോൾഡ് കളറിലുള്ള ബോക്സാണ് കേട്ടോ. ഫ്രണ്ടിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ ഇങ്ങനെ ബോക്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ സാധനങ്ങൾ ഇതിൽ വെച്ചാൽ ഫില്ലാവുന്നില്ല. അതാണ് ഞാൻ ബുക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ ബുക്ക് ഇതിൻ്റെ അകത്ത് കൊള്ളുമോയെന്ന് അറിയത്തില്ല, നോക്കാം. ഒരു പ്രശ്നം പറ്റി. ബുക്ക് ഇതിൻ്റെ അകത്ത് കൊള്ളത്തില്ല കേട്ടോ. ബുക്ക് ഇച്ചിരി വലുതാണ്. അപ്പം നമുക്ക് വേറെ കുഞ്ഞു ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. എൻ്റെ കയ്യിലുള്ള ബുക്കൊന്നും ഇതിൻ്റെ അകത്ത് കയറില്ല. അപ്പം നമുക്കുള്ളത് വെച്ച് തന്നെ ഫില്ല് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഫ്രെയിമിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. മര്യാദയ്ക്ക് എനിക്ക് കടയിൽ നിന്ന് പൊതിഞ്ഞ് തന്നതാണ്. ഞാൻ കാണാനുള്ള ആവേശത്തിൽ വലിച്ച് തുറന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് മടക്കണം. അതാണ് ടാസ്ക്. എങ്ങനെയൊക്കെയോ മടക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബോക്സിൽ വെക്കാനുള്ളതാണല്ലോ. അപ്പം ഇതാണ് ബോക്സ്. ഈ ബോക്സിൽ നമുക്കെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഫ്രെയിം വയ്ക്കാം. ഇനി ഈ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് പേന വെച്ച് കൊടുക്കാം. പേന വെച്ചു, 2 പേന വെച്ചു. ഇനി നമുക്ക് ഷോ പീസ് വയ്ക്കാം. ഇനി ക്ലിപ്പും വയ്ക്കാം. ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇനി സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ എനിക്ക് പൈസയാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്രയിലങ്ങ് ഒതുക്കി. ഇനി നമുക്ക് അടച്ച് വെക്കാം. അടച്ചിട്ട് ഫ്രണ്ടിലൊരു പൂവും കൂടെ വെക്കണം. അപ്പം പൂവും നമുക്ക് സെറ്റാക്കാം. ചെറുതായിട്ടൊന്ന് മടങ്ങിപ്പോയി. യെസ്,
നമ്മുടെ പൂ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിനെ അതിൻ്റെ ബോക്സിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം അല്ലേ. ഇനി സ്റ്റിക്ക് ചെയ്യട്ടെ. അപ്പം നമ്മളെ ഗിഫ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാം വെച്ച് ഗിഫ്റ്റിൻ്റെ ഇവിടെ സെലോട്ടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടി ഇളവി പോയാലോ. അങ്ങനെ സെറ്റാക്കി. ഇനി ഇത് കൊണ്ട് കൊടുക്കണം.